പലപ്പോഴും സംരംഭകർക്കുള്ളൊരു വലിയ സംശയമാണ് ഈ പല ആവശ്യങ്ങൾക്കും അവർ പലരെയും സമീപിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്കുകൾ മിക്കവാറും ബ്രാൻഡിങ്ങും അല്ലെങ്കിൽ ലീഗൽ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലും സംസാരിക്കാറുള്ളത്. അപ്പോൾ ശരിക്കും ഈ ബ്രാൻഡിങ് പല ആൾക്കാർ, ഇപ്പോൾ എനിക്കറിയാവുന്ന പല ആൾക്കാർ നമ്മൾ റെഫർ ചെയ്യാറുണ്ട്. കാരണം അവർ ഈ സെക്ടർ ഒന്നല്ല, പക്ഷെ അവർക്ക് വരുന്ന കോൾ ബ്രാൻഡിങ്ങിനെ കുറിച്ചാണ്. ഇതൊന്നും ബ്രാൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടായിരിക്കും വിളിക്കുക. ശരിക്കും ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ ശരിക്കും സമീപിക്കേണ്ട ആരാണ്? ശരിക്കും ഒരു ബിസിനസ് കൺസൾട്ടൻറ്റിനെയാണോ, ഒരു ബ്രാൻഡിങ് സ്ട്രാറ്റജിസ്റ്റിനെയാണോ, ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിനെയാണോ? ശരിക്കും ആരെയാണ്? ഒരു കൃത്യമായിട്ട് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ പറയുകയാണ് എങ്ങനെയായിരിക്കണം ഇതിൽ ആൾക്കാരെ സമീപിക്കേണ്ട ഒരു അപ്രോച്ച്? ജീവൻ, ഇതിനകത്ത് ഇപ്പോൾ ജീവൻ പറഞ്ഞിട്ടുള്ള 3 ബിസിനസ് കൺസൾട്ടൻറ്റ്, ഒപ്പം തന്നെ മാർക്കറ്റിംഗ് കൺസൾട്ടൻറ്റ് അല്ലെങ്കിൽ ബ്രാൻഡ് കൺസൾട്ടൻറ്റ്, ഈ മൂന്ന് വിഭാഗമാണ്. തമ്മിൽ ഒരിക്കലും കണക്ട് ചെയ്യാൻ കഴിയത്തില്ല. അപ്പം 3 പേരും ബിസിനസ്സിലെ ഓരോ സമയങ്ങളിലും ഓരോ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അതിന് അതതായിട്ടുള്ള ആൾക്കാരെ തന്നെ നമ്മൾ കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്കിപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ജീവിതത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ അസുഖം വന്നു കഴിഞ്ഞാൽ പോകുന്നത് ഒരു ഡോക്ടറിൻ്റെ അടുത്താണ്. ഒരിക്കലും ഒരാൾക്ക് ഒരു ഡോക്ടറും എഞ്ചിനീയറും ഒരുമിച്ചിട്ടാവാനായിട്ട് കഴിയത്തില്ല. നമ്മുടെ വീട്ടിൽ ഒരു ടോയ്ലറ്റ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളൊരു പ്ലംബറിനെയാണ് കാണാൻ പോകുന്നത്, അല്ലാതെ ഒരു കാർപ്പൻറ്ററിനെ അല്ല. അപ്പം അതിന് ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ചിലരുണ്ട് എന്ത് പണിക്കും പോകും. അവർ വിളിച്ചു കഴിഞ്ഞാൽ അവർ വീട് പണിക്ക് പോകും, അപ്പുറത്ത് വേണമെങ്കിൽ കുഴി തോണ്ടാനായിട്ട് പോകും, വേണമെന്നുണ്ടെങ്കിൽ അവർ ഇലക്ട്രിക്കൽ പണി ചെയ്യും. അങ്ങനെ എല്ലാം ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇവർ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഒന്നിലും ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല. ഒന്നിലും അവർക്ക് ഒരു എക്സ്പേർട്ട്നെസ് ഉണ്ടാകത്തില്ല. അവർ മുഴുവിപ്പിച്ചിട്ട് പോകത്തില്ല. അത് ഇതേപോലെ തന്നെയാണ് ബിസിനസ്സിനകത്ത് ഉള്ള ഇത്തരം വർക്ക്സുകൾ. അപ്പം ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിനെ നമ്മൾ സമീപിക്കേണ്ടത് ഒരു പ്രോഡക്റ്റ് ഡെവലപ്പായി ആ പ്രോഡക്റ്റിന് കൃത്യമായിട്ടുള്ള ബ്രാൻഡ് ഐഡൻറ്റിറ്റി എല്ലാം ഉണ്ടാക്കി, അതിൻ്റെ സ്ട്രാറ്റജി എല്ലാം ഉണ്ടാക്കി, അതിൻ്റെ പൊസിഷനിങ് മറ്റു കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്തതിന് ശേഷം ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് അതിനുള്ള ഒരു ചാനൽ ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിനുള്ള അസറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക. ഇതിന് വേണ്ടിയിട്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിനെ സമീപിക്കേണ്ടത്. അവരെ സമീപിക്കുന്നതിന് മുമ്പാണ് ഒരു മാർക്കറ്റിംഗ് ടീം, ഒരു ബ്രാൻഡിങ് ടീമിനെ നമ്മൾ സമീപിക്കേണ്ടത്. അതിന് മുമ്പ് ഒരുപക്ഷെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഓരോ ഘട്ടങ്ങളും ഒരു ബിസിനസ് കൺസൾട്ടൻറ്റ് സമീപിക്കാം. ബിസിനസ് പ്ലാൻ ഉണ്ടാക്കാനും ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്യാനും അതിൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കൺസൾട്ടൻറ്റ് സമീപിക്കാം. കൺസൾട്ടൻറ്റ് നമുക്ക് മാറ്റി വയ്ക്കുക, കാരണം എല്ലാ സ്റ്റേജസിലും ആവശ്യമായിട്ടുള്ളതാണ്. അപ്പം 2 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് ബ്രാൻഡ് കൺസൾട്ടൻറ്റ്, മറ്റൊന്ന് മാർക്കറ്റിംഗ് കൺസൾട്ടൻറ്റ്. അപ്പം മാർക്കറ്റിംഗ് എപ്പോഴും ആരംഭിക്കുന്നത് ബ്രാൻഡിൻ്റെ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ബ്രാൻഡ് ഫൗണ്ടേഷനാണ്. അപ്പം ഇത് രണ്ടും വെവ്വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും മാർക്കറ്റിംഗ് ടീമിനെ സമീപിച്ച് കഴിഞ്ഞാൽ അവൻ്റെ കണ്ണിലൂടെ നോക്കുന്ന സമയത്ത് ബ്രാൻഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈനാണ്, വെബ്സൈറ്റാണ്, ലോഗോ ആണ്, ഈവൻ ചുരുക്കി പറഞ്ഞാൽ അവൻ്റെ കയ്യിലുള്ള സർവീസുകളൊക്കെയാണ് അവന് ഇത്. അതെ അതെ അതെ. അപ്പം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പലപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ പറഞ്ഞപ്പോഴും മാർക്കറ്റിംഗ് കൺസൾട്ടൻ്റ് എന്നാണ്. നമ്മുടെ നാട്ടിൽ മിക്കവാറും ഉള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൺസൾട്ടൻറ്റുകളാണ്. അപ്പോൾ എല്ലാവരും ഞാൻ കുറ്റം പറയല്ല, നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ബേസിക് മാർക്കറ്റിങ്ങിൻ്റെ ഫൗണ്ടേഷൻ പോലും അറിയാണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് അക്കാഡമീസ്, ഇപ്പം മുമ്പ് നമ്മുടെ ഈ പുറത്തേക്ക് കയറ്റി ഇറക്കുന്ന ഏജൻസികളായിരുന്നു ഉണ്ടായിരുന്നു. ഇപ്പം ഏറ്റവും അധികം ഉള്ളത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളായിരുന്നു. നമ്മൾ ടൈപ്പ് റൈറ്റർ പഠിപ്പിക്കുന്നത്, കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്നു, ഇപ്പം മറ്റേ ഓവർസീസ് സ്റ്റഡീസ് വന്നു, അത് കഴിഞ്ഞിപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ ഇവർ പഠിപ്പിച്ചു വിടുന്ന ഈ ടൂൾസ് ആൻഡ് ടെക്നിക്സ് പഠിപ്പിച്ച് ഇവരെ പുറത്തിറക്കുന്ന ഒരു ടീമാണ്. അപ്പം അവർക്ക് ഈ ടൂൾസും ടെക്നിക്കും അപ്പുറം കൃത്യമായിട്ടൊരു ഫണൽ എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് എക്കോസിസ്റ്റോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എക്കോസിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് ഇതെങ്ങനെ ഈ മാർക്കറ്റിനെ കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്ത് ആൾക്കാരിൽ എത്തിക്കാം എന്നുള്ളതൊന്നുമില്ല. കുറേ കാശ് അവർക്ക് ആഡ് കൊടുക്കുക, അതിൽ നിന്നുള്ള ലീഡ്സ് ഇവർക്ക് എത്തിച്ചു കൊടുക്കുക. അതും വളരെ അതിൻ്റെ കഥയൊക്കെ വലിയൊരു കഥയാണ്. ആ ലീഡ്സ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ള പലതും, അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മറ്റൊരു കഥയാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊരു ഇതിലേക്ക് പോകുന്ന സമയത്ത് കൃത്യമായിട്ടൊരു മാർക്കറ്റിംഗ് പ്ലാൻ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടായിരിക്കണ്ടേ? നമ്മൾ അതാണ് പറയുന്നത്. നമുക്ക് ആദ്യം ഇതെല്ലാത്തിനും മുമ്പ് നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ബ്രാൻഡിന് ഒരു പർപ്പസ് ഉണ്ടാവണം. ബ്രാൻഡിന് ഒരു പർപ്പസ് ഉണ്ടാവണം. അതിന് നമ്മൾ ഒരു പ്രോഡക്റ്റിന് കൃത്യമായിട്ടൊരു സ്ട്രക്ചർ വേണം. നമ്മളൊരു ലൈഫ് കൊടുക്കണം, ഒരു ഐഡൻറ്റിറ്റി നമ്മൾ ഉണ്ടാക്കണം. അതായത് ഒരു പേഴ്സണാലിറ്റി നമ്മൾ അതിനെ ബിൽഡ് ചെയ്യണം. അത് ബിൽഡ് ചെയ്ത് നമ്മൾ ആരിലേക്കാണോ എത്തിക്കേണ്ടത്, ഒരു കസ്റ്റമർ ആരാണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്ത് അത് എങ്ങനെ എത്തിക്കാമെന്നുള്ളതിന് പ്രോപ്പറായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാക്കുന്നു. അതാണ് മാർക്കറ്റിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. ഈ മാർക്കറ്റിംഗ് പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള ടൂൾസ് ആവണം ഈ പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് അവരെ പറയാം. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ഥാപനങ്ങൾ അത് ജസ്റ്റ് ടൂള് മാത്രമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സ്ട്രാറ്റജി ബിൽഡിംഗ് അവിടെ നിന്ന് ചെയ്യുന്ന സമയത്താണ് ഇത് റിസൾട്ട് കാണാതെ പോകുന്നത്.
അവർക്ക് ടൂൾസ് ഉണ്ടാക്കാൻ നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, പറയുന്നില്ല. ഡെഫിനറ്റ്ലി ഉണ്ട്. അതാ പറയുന്നത്, ഈ പറയുന്ന മാർക്കറ്റിംഗ് പ്ലാൻ ഉണ്ടാക്കാനായിട്ടുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുള്ള ടീംസ് ഉണ്ട്. ഒപ്പം തന്നെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള ടീംസ് നമ്മുടെ നാട്ടിലുണ്ട്. ഇത് രണ്ടും കൂടി ഒരുമിച്ചുള്ള സ്ഥാപനങ്ങൾ ധാരാളം നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ നമ്മുടെ ചോദ്യം ഇതാണ്, ഇതിൻ്റെ ബ്രാൻഡിങ് സൈഡ്. ഈവൻ എനിക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ട് ജീവൻ, ഈ ഡിസൈനിങ്ങും ബ്രാൻഡിങ്ങും രണ്ടും ഒന്നല്ല. അതായത് നമ്മൾ ഈ ലോഗോ ഉണ്ടാക്കാൻ പഠിച്ച്, ഇലുസ്ട്രേറ്റർ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ബ്രാൻഡ് ഡിസൈൻ അല്ലെങ്കിൽ ബ്രാൻഡ് ഡെവലപ്പറായി അല്ലെങ്കിൽ ബ്രാൻഡിൻ്റെ ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്ന ഒരാളായി എന്ന് വിചാരിക്കുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. അത് ജസ്റ്റ് എ ടൂൾ. അല്ലെങ്കിൽ ഡിസൈനിങ് എന്ന് പറയുന്നത് ഒരു കലയാണ്. ഈ സ്ട്രാറ്റജി ബിൽഡിംഗ് എന്ന് പറയുന്നതാണ് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഈ ഡിസൈനർക്ക് ഒരിക്കലും ഒരു ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റ് ആവാൻ കഴിയണമെന്നില്ല, അല്ലേ? അല്ല, ഞാൻ പാലിക്കരുത്. ഞാൻ ഈ ജഗ്വാറിൻ്റെ ലോഗോ നമ്മുടെ ഒരു സുഹൃത്തിനെ കാണിച്ചു. പുള്ളി ഒരു ചെറിയ ഡിസൈനറാണ്. പുള്ളി പറയുന്നത് പുള്ളി ചെറിയ ഡിസൈനർ. അപ്പോൾ പുള്ളി പറഞ്ഞത് കണ്ട് പറഞ്ഞു, ഇത് ഞാൻ ഉണ്ടാക്കുമല്ലോ എന്ന്. അപ്പോൾ അത്തരത്തിൽ എന്താ പറയുക, അപ്പോൾ അവർ ജാഗ്വാർ അത്രയും കോടികൾ മുടക്കി അത് ചെയ്യുമ്പം അത്രയും എഫേർട്ട് അതിൻ്റെ പുറകിൽ അത്രയും റിസർച്ചും ഉണ്ട്, അത്രയും അത് എന്തിനത് ഉണ്ടാക്കിയെന്നുള്ള ആ ഡിസിഷനാണ് അതിൻ്റെ സ്ട്രാറ്റജി. അതായത് ഈ ഡിസൈൻ ഈസ് എ റിസൾട്ട്, അതൊരു റിസൾട്ടാണ്. അതിനപ്പുറത്ത് വരുന്നൊരു പ്രോസസ്സ് ഉണ്ട്, ഒരു വൈ എലമെൻ്റ് ഉണ്ട്. ഈ വൈ എലമെൻ്റ് അറിയാതെയാണ് പലരും, ഇത് ഈസി അല്ലേ, നമുക്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ, ഇത് അതിനൊരു ഫോൺ എടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാധനം എന്ന് പറയുന്നത്. ആ വൈ എലമെൻ്റ് ഉണ്ട്. ഇതിന് ഇത്ര ഓർമ്മയുണ്ട്, മുമ്പ് നമ്മൾ തുടങ്ങിയ കാലത്ത് മറ്റേ ഒരു ടീം നമ്മളെ സമീപിക്കുന്നുണ്ട്. അപ്പോൾ അവർ എന്തോ റീബ്രാൻഡിങ്ങോ ലോഗോ റീബ്രാൻഡിങ് എന്തോ ആയിരുന്നു തോന്നുന്നു. അപ്പോൾ നമ്മൾ അന്ന് നമ്മൾ തുടക്ക സമയമാണ്, നമ്മളെന്തോ ഒരു എമൗണ്ട് പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അന്ന് അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് ശരിക്കും ഉണ്ടാക്കാൻ അത്ര ആയില്ല, പിന്നെ നിങ്ങൾ ഇത്ര ചാർജ് ചെയ്യുന്നതാണ് അവർ ചോദിച്ചത്. പക്ഷെ നമ്മൾ അതിനുള്ള മറുപടി കൃത്യമായിട്ട് അവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അവർ അത് കൺവിൻസ്ഡ് ആവുകയാണ്. കാരണം അതിന് പുറകിലുള്ള അത് എന്തിനാണ് അത് ചെയ്തതെന്ന് മറ്റത് ചോദിക്കുമ്പോൾ അവർക്ക് അറിയില്ല. പക്ഷെ ഇത് ഡിസൈഡ് ചെയ്യുമ്പോൾ ഇന്ന റീസൺസ് അതിനുണ്ട്. ഇന്ന സാധനങ്ങളാണ് അതിൻ്റെ മെറിറ്റ്സ്, ഇന്ന സാധനങ്ങളാണ് അതിൻ്റെ ഡ്രോബാക്സ് എന്നുള്ളൊരു സാധനം വലിയൊരു ഫാക്ടറാണ്. യെസ്. അപ്പോൾ നമ്മളൊരു ജീവൻ ചോദിച്ചിട്ടുള്ള ചോദ്യം അതിനുള്ള ഉത്തരം ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഓർഡർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം ഒരു ബിസിനസ് കൺസൾട്ടൻറ്റിനെ സമീപിക്കണം. നല്ല കൺസൾട്ടൻസിനെ, നല്ലൊരു ഫീസിബിലിറ്റി നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും, അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കേണ്ടതായിട്ട് വരും, അതിൻ്റെ ലീഗൽ കാര്യങ്ങളും അതിൻ്റെ ഫണ്ടിങ് നമ്മളെ കൊണ്ട് താങ്ങുമോ, ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി ഒരു ബഡ്ജറ്റിംഗ് എല്ലാം പ്രോപ്പറായി സെറ്റ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റേജ് മീൻസ് നമ്മൾ പ്രൊഡക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ ഒന്നും കടക്കുന്നില്ല, അതൊക്കെ ഇതിനകത്ത് വേണ്ടതാണ്. അതിൻ്റെ റിസർച്ച് എല്ലാം ഒരു സൈഡിൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അടുത്തത് നമ്മളൊരു ബ്രാൻഡിങ് ഏജൻസിനെ നമ്മൾ സമീപിക്കണം. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോപ്പർ ബ്രാൻഡ് കോർ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടല്ല, ബ്രാൻഡിൻ്റെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് ബ്രാൻഡ് കോർ ഡെവലപ്പ് ചെയ്യുന്നു. അതിനകത്ത് തന്നെ പർപ്പസും വിഷനും മിഷനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്ത് പേഴ്സണാലിറ്റി ഉണ്ടാക്കി പൊസിഷനിങ് ചെയ്ത് പൊസിഷനിങ് ചെയ്യാന്ന് വെച്ചാൽ പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഉണ്ടാക്കി എങ്ങനെ പൊസിഷൻ എന്നുള്ള കാര്യങ്ങളെല്ലാം സ്ട്രാറ്റജീസ് എല്ലാം ബിൽഡ് ചെയ്തതിന് ശേഷമാണ് ഈ പറയുന്ന പേരിൻ്റെ കാര്യത്തിലേക്ക് പോലും അല്ലെങ്കിൽ അതിൻ്റെ തീം എന്തായിരിക്കും എന്ന് പോലും നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ പേര്, തീം, അതിൻ്റെ ലോഗോ, അത്തരത്തിലൊരു ചെയിൻ, അതിൻ്റെ ഈവൻ വെബ്സൈറ്റ് പോലും നമ്മൾ ഡെവലപ്പ് ചെയ്ത എല്ലാം കഴിഞ്ഞതിന് ശേഷം, ട്രേഡ് മാർക്ക് മറ്റു കാര്യങ്ങളെല്ലാം ലീഗലായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റുമായി അതിൻ്റെ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രൊഡക്റ്റ് റെഡിയാണ്, ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം റെഡിയാണ്. ദെൻ അത് അടുത്ത സ്റ്റേജിലാണ് ശരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ഥാപനത്തിന് നമ്മൾ സമീപിക്കേണ്ടത്. അതിന് മുമ്പ് നമ്മൾ സമീപിച്ച് അവരുമായിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടൊക്കെ വെക്കേണ്ടതായിട്ട് വരും. പക്ഷേ അവരുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു സ്റ്റേജിൽ മാത്രമാണ്. റൈറ്റ്. പിന്നീട് ബ്രാൻഡിങ്ങിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവിടെ നമുക്ക് എഗെയിൻ എന്താണ് ബ്രാൻഡിംഗ് എന്നൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അതിലേക്ക് കടക്കുന്നില്ല. പിന്നീട് നമ്മൾ ഡെഫിനറ്റ്ലി നമുക്ക് ഓരോ സ്റ്റേജ് എത്തുന്നതും തോറും നമ്മളൊന്ന് ബ്രാൻഡിനെ ഒന്ന് റീഫ്രഷ് ചെയ്യേണ്ടതായിട്ട് വരും, ഒന്ന് റീഡിഫൈൻ ചെയ്യേണ്ടതായിട്ട് വരും. സോ ആ സമയത്ത് നമ്മൾ ബ്രാൻഡിങ് ഏജൻസീസിനെ നമ്മൾ സമീപിക്കേണ്ടതുണ്ട്. ആൻഡ് എപ്പോഴും നമ്മൾ ഈ ബ്രാൻഡിൻ്റെ കൊട്ടേഷൻ കൊടുക്കുന്ന സമയത്ത് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്, ഇത് കണ്ടിന്യൂസ് സപ്പോർട്ടാണ്, എത്ര കാലത്തേക്കാണ് നിങ്ങളുടെ സപ്പോർട്ട് എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴും ആൾക്കാർക്ക് മനസ്സിലായിട്ടുള്ള ബ്രാൻഡ് ഐഡൻറ്റിറ്റി ബിൽഡിങ്ങും ഈ പറയുന്ന മാർക്കറ്റിംഗ് എന്താണെന്നുള്ളത്. പലരും വിചാരിച്ചിരിക്കുന്നത് ഇത് ലോങ് ടേമിലേക്ക് ഒരു 5-6 വർഷത്തേക്ക് ഇങ്ങനെ നീണ്ടുപോകുന്നൊരു പ്രോസസ്സാണ് ഈ ബ്രാൻഡിങ് അതാണ്. പക്ഷേ ഈ ബ്രാൻഡ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് വൺ ടൈം ക്രിയേഷനാണ്. വൺ ടൈം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കുറേ വർഷത്തേക്ക് ഒരു 5 വർഷത്തേക്ക് കുറഞ്ഞത് അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്.